സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഒഴിവായെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെയും ചില വനിതാ നേതാക്കളുടെയും ഭാഗത്തു നിന്നുള്ള പരാതികൾ കോൺഗ്രസിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ വൈകി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട കെ സുധാകരൻ കണ്ണൂരിലെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചതായി എല്ലാവരോടും പറഞ്ഞു. ഒപ്പം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി മോഹനെ നേരിൽ കണ്ട് വിജയാശംസകൾ നേരുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മോഹൻ്റെ വിജയത്തിനായി കണ്ണൂരിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്നുള്ള ഉറപ്പും നൽകിക്കഴിഞ്ഞു. പക്ഷേ ആ ഉറപ്പിനപ്പുറത്തേക്കാണ് പാർട്ടിക്കകത്തുള്ള ചില യൂത്ത് നേതാക്കന്മാരുടെ നീക്കം. പ്രത്യേകിച്ചും സീറ്റ് മോഹിച്ചവരായിരുന്നു. പ്രാദേശികമായി അവർ പ്രവർത്തനം നടത്തുകയും ഈ കഴിഞ്ഞ 10 വർഷമായി വിവിധ സമരങ്ങളിൽ പങ്കെടുക്കുകയും പോലീസ് മർദ്ദനത്തിന് ഇരയാവുകയും കേസുകളിൽ ഉൾപ്പെടുകയും ചെയ്ത നേതാക്കന്മാരാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ചെറിയ പരാതിയല്ല. അവർക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്നല്ല അവരുടെ പരാതി. അവർക്ക് താല്പര്യമുള്ള ചില ആളുകളെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴേക്കും ഏറ്റവും വലിയ പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത് ചിറയിൻകീഴിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനൂപിൻ്റെ കാര്യത്തിലാണ്. അനൂപ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിരയിലുള്ള നേതാവായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ചിറയിൻകീഴിൽ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചില്ല. പകരം രമ്യ ഹരിദാസിനെ അവിടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. മറ്റൊരു പേര് പ്രധാനമായും എടുത്തു പറയേണ്ടത് എൽദോസ് കുന്നിപ്പിള്ളിയുടെ കാര്യത്തിലാണ്. എൽദോസിനെ ഡൽഹിയിൽ വരെ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും പരിഹരിച്ചില്ല, അല്ലെങ്കിൽ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എൽദോസിൻ്റെ പരാതി. ഒരു പക്ഷേ സ്വതന്ത്രനായോ വിമതനായോ മത്സരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ തന്നെയും നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇനിയുള്ളത് വനിതാ സംവരണത്തിൻ്റെ പേരിലുള്ള പരാതിയാണ്. പ്രത്യേകിച്ചും AICC വക്താവ് ഷമ മുഹമ്മദ്. അവർക്ക് പറയാനുള്ളത് കേവലം 9 വനിതകൾ മാത്രമാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മൊത്തത്തിൽ UDFൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. 9 പേരെ മാത്രമാണ് കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് ശരിയായ നടപടിയല്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയെ കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് അവരവരുടെ പരാതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പരാതികൾ ഓരോന്നോരോന്നായി ഉയരുമ്പോഴും മറ്റു ചില സ്ഥലങ്ങളിലെ ഭീഷണിയാണ് വലിയ തരത്തിൽ ഉള്ളത്. അത് പ്രത്യേകിച്ചും തളിപ്പറമ്പ്, പയ്യന്നൂർ, പുനലൂർ എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് വിമതന്മാരായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM വിട്ടുവന്ന നേതാക്കന്മാരെ പിന്തുണയ്ക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച സ്ഥലങ്ങളിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ വിമതന്മാരായി മത്സരിക്കുന്നത്. പുനലൂരാകട്ടെ പരാതി മറ്റൊരു തരത്തിലാണ്. അതായത് മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകിയതിനെക്കുറിച്ചാണ് കോൺഗ്രസിൻ്റെ പരാതി. ഈ പരാതിയിൽ അവർ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം, കാരണം CPIക്ക് ഇപ്പോൾ വലിയ തരത്തിലുള്ള ആൾബലമുണ്ടെങ്കിലും സ്ഥാനാർത്ഥി മാറിയതോടുകൂടി തന്നെ കോൺഗ്രസ്സിന് അവിടെ സാധ്യതയേറിയെന്നും അതുകൊണ്ട് തന്നെ പുനലൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ അവസരം നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ അവിടെയും വിമതനെ മത്സരിപ്പിക്കുന്നു. പക്ഷേ ഈ വിമതന്മാരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും എത്ര കണ്ട് ഇവർ പിന്നോക്കം പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ഈ പുനലൂരിലും ഒപ്പം തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ വിമതസ്വരങ്ങൾ ഉയർന്നത് കോൺഗ്രസ്സിന് ഒരു കല്ലുകടിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോൺഗ്രസും ലീഗുമാണ് ഇപ്പോൾ വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നത്. സീറ്റ് ചർച്ചയുടെ കാര്യത്തിലോ സീറ്റ് പങ്കുവയ്ക്കുന്ന കാര്യത്തിലോ ഇവർ തങ്ങളിൽ ഒരു തർക്കവുമില്ലായിരുന്നു. അതിനിടയിലാണ് പുനലൂർ സീറ്റ് ചോദിച്ചു വാങ്ങിച്ച ലീഗിനോട് ഇത്തരത്തിൽ കോൺഗ്രസ് വിമതന്മാരുടെ വരവ്, അല്ലെങ്കിൽ ലീഗിനെ എതിരിടുന്നതിന് വേണ്ടി കോൺഗ്രസ് വിമതർ എത്തിയിരിക്കുന്നത്. ഇതൊരു പക്ഷേ ചെറിയ പിണക്കത്തിനൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ടാകും. എന്തായാലും കോൺഗ്രസിനകത്തെ കെ സുധാകരൻ്റെ പരാതി ഒഴിഞ്ഞു എന്ന് പറയുമ്പോഴും വിമതരുടെ ശബ്ദം ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതായിരിക്കും ഇനി വരും ദിവസങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിന്ത.
പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്നത്. അതിനിടയിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമോ അതോ ഇത്തരത്തിലുള്ള ഈ വിമതന്മാരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമോ? ഇതൊരു തലവേദനയായി കോൺഗ്രസിന് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.